യൂജിൻ സെർനാൻ സഞ്ചരിച്ച വാഹനം? ഉത്തരം അപ്പോളോ 17. ഇതുവരെ ആകെ ചന്ദ്രനിൽ എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ബഹിരാകാശ പേടകം? ഉത്തരം ചാങ് 3. ജപ്പാന്റെ ചാന്ദ്രദൗത്യം? ഉത്തരം മൂസസ് കഗുയ. ഭൂമിയിൽ നിന്നും നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്നും നമുക്ക് ചാടാൻ കഴിയും? ഉത്തരം 6 ഇരട്ടി. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേര്? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിരതാമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം ജോൺ യങ്. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടത് എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ആരാണ് അത്? ഉത്തരം ബ്രഹ്മാവ്. ചന്ദ്ര ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില? ഉത്തരം പകൽ സമയത്ത് 137 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ഖുഷ്ബു മിർസ. ചന്ദ്രയാൻ മിഷൻ ചെക്കോട്ട് ഡിവിഷൻ എഞ്ചിനീയർ ആയിരുന്നു ഇവർ. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ജി മാധവൻ നായർ. ചന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്തായിരുന്നു? ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം ബിസ്തറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാളി തീർക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കൂബിൻ. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ചന്ദ്രാവകാശ കരാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മൂൺ ട്രീറ്റി. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏതു രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്? ഉത്തരം ഹൈഡ്രോക്സിൻ രൂപത്തിൽ. ഹൈഡ്രോസിൽ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം 1 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. ചന്ദ്രനിലെ 1 ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും? ഉത്തരം 32 ഔൺസ്. ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 50 ലക്ഷം ടൺ. ചന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം? ഉത്തരം ചന്ദ്രവാഹനം. ലോകത്തിലെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം? ഉത്തരം ചന്ദ്രനിലെ ഹീലിയം 3. ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന ചന്ദ്രയാന്റെ സുപ്രധാന കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത് ഏത് ജേണലിലൂടെയാണ്? ഉത്തരം ശാസ്ത്ര ജേണൽ സയൻസിലൂടെ. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി. ചന്ദ്രനിലെ ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ചന്ദ്രൻ ആന്തോളനം ചെയ്യുന്നത് പോലെ തോന്നുന്നതിനെ ലിബറേഷൻ എന്ന് പറയുന്നു.
ചന്ദ്രനും സൂര്യനും എല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണെന്ന് സമർത്ഥിക്കുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരായിരുന്നു? ഉത്തരം ഗ്രീക്ക് ചിന്തകനായിരുന്ന അനക്സിഗോരാസ്. ചന്ദ്രന്റെ ചിത്രങ്ങളിൽ പ്രകാശമാനമായ ഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ടെറേ. ചന്ദ്രഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുന്നതിനാൽ ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്നതാണ് സൂര്യഗ്രഹണം. ചന്ദ്രനിലെ പകൽ സമയത്തെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിലെ രാത്രിയിലെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം -173 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിൽ വെച്ച് ഗലീലിയുടെ തൂവലും ചുറ്റികയും എന്ന സിദ്ധാന്തം ചെയ്തു നോക്കിയത് ആരാണ്? ഉത്തരം അപ്പോളോ 15 മിഷൻ കമാൻഡർ ആയിരുന്ന ഡേവിഡ് സ്കോട്ട്. ലാസ്റ്റ് മാൻ ഓൺ ദ മൂൺ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം യൂജിൻ സെർനാൻ. ചന്ദ്രനിൽ നിന്ന് രാത്രിയിൽ നോക്കിയാൽ നക്ഷത്രങ്ങളെ ഭൂമിയിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ വ്യക്തമായി കാണാനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിലെ രാത്രി ഭൂമിയിൽ ഉള്ളതിനേക്കാൾ 4 ഇരട്ടി ഇരുണ്ടതാണ്. ദ്രവരൂപത്തിലുള്ള ചന്ദ്രന്റെ പുറം ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം മാഗ്മ സമുദ്രം. ഭൂമിക്കും ചന്ദ്രനും ഗോളാകൃതിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. ചന്ദ്രൻ ഒരു വർഷത്തിൽ എത്ര തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നു? ഉത്തരം 13. ചന്ദ്രനിൽ പരുത്തിച്ചെടി മുളപ്പിച്ച ദൗത്യം? ഉത്തരം ചാങ് ഇ 4. ചന്ദ്രനിൽ പോയി തിരിച്ചെത്തിയ ബഹിരാകാശ സഞ്ചാരികളെ എത്ര ദിവസമാണ് ക്വാറന്റൈൻ ചെയ്തത്? ഉത്തരം 21 ദിവസം. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ആദ്യമായി നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം അമേരിക്ക. ചന്ദ്രനിൽ എത്തിയ ഏക ശാസ്ത്രജ്ഞൻ? ഉത്തരം ഹാരിസ് എച്ച് സ്മിത്ത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ആരംഭിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ ഗേറ്റ്വേ. എഡ്വിൻ ആൽഡ്രിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ഗംഭീരമായ ഒറ്റപ്പെടൽ. ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം? ഉത്തരം ചന്ദ്രൻ. വലിപ്പത്തിൽ സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ എത്രാം സ്ഥാനത്താണ് ചന്ദ്രനുള്ളത്? ഉത്തരം 5. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഫോബോസ്. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പേടകം? ഉത്തരം ലൂണ 2. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ പേടകം? ഉത്തരം ലൂണ 9. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.4 km/s. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിൽ കാണുന്ന കറുത്ത പാടുകൾ എന്താണ്? ഉത്തരം മരിയ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ ദൃശ്യമാകൂ. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രന് ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയം എടുക്കുന്നതിനാൽ. ചന്ദ്രനിൽ നിന്ന് മണ്ണ് ശേഖരിച്ച ആളില്ലാ വാഹനം? ഉത്തരം ലൂണ 16. എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ഗംഭീരം, ശൂന്യം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം
ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ.